ഹരേ കൃഷ്ണ. ഭഗവത്ഗീതാരൂപം അധ്യായം 14 ശ്ലോകം 27. 14-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ब्राह्मणो हि प्रतिष्ठाहं ब्रह्मणो हि प्रतिष्ठाहं ब्रह्मणो हि प्रतिष्ठाहं ब्रह्मणो हि प्रतिष्ठाहं अमृतस्यावयस्य च शाश्वतस्य च धर्मस्य सुखसैकान्तिकस्य च. ब्रह्मणो हि प्रतिष्ठाहं अमृतस्याव्ययस्य च शाश्वतस्य च धर्मस्य सुखसैकान्तिकस्य च. ब्राह्मणो हि प्रतिष्ठाहं ब्रह्मणो हि प्रतिष्ठाहं अमृतस्याव्यस्य च शाश्वतस्य शाश्वतस्य च धर्मस्य सुखसैकान्तिकस्य च. ब्राह्मणो हि प्रतिष्ठाहं ब्रह्मणो हि प्रतिष्ठाहं अमृतस्याव्ययस्य च शाश्वतस्य धर्मस्य सुखसैकान्तिकस्य च. ब्रह्मणो हि प्रतिष्ठाहं शाश्वतस्य च धर्मस्य സുഖസൈകാന്തികസ്യ ച. ब्रह्मणो हि प्रतिष्ठाहं അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ब्रह्मणो हि प्रतिष्ठाहं അമൃതസ്യാവ്യയസ്യ ച സുഖസൈകാന്തികസ്യ ച. ब्रह्मणो हि प्रतिष्ठाहं अमृतस्याव्ययस्य च शाश्वतस्य च धर्मस्य सुखसैकान्तिकस्य च. ശബ്ദാർത്ഥം ഹി തീർച്ചയായും തീർച്ചയായും അഹം അഹം ഞാൻ ഞാൻ അമൃതസ്യ അമൃതസ്യ അനശ്വരവും അനശ്വരവും അവ്യയസ്യ ച അവ്യയസ്യ च അനശ്വരവും അനശ്വരവും शाश्वतस्य ശാശ്വതസ്യ शाश्वतस्य ശാശ്വതവുമായ शाश्वतमय ഐകാന്തികസ്യ സുഖസ്യ ച सैकान्तिकस्य सुखस्य च പരമമായ സുഖത്തിന്റെ परमമായ सुखस्य ധർമ്മസ്യ ച धर्मस्य च ധർമ്മത്തിന്റെയും धर्मस्य സഹജസ്ഥാനത്തിന്റെ सकलसान्ते ബ്രഹ്മണഃ ब्रह्मणः വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിയുടെ പ്രതിഷ്ഠ അധിഷ്ഠാനം അസ്മി
അസ്മിൻ ഞാനാകുന്നു. വിവർത്തനം ഭാവാക്കം കൃഷ്ണപ്രഭാമുക്തി ശ്രീ ശ്രീമദ് അഭയസനാരവിന്ദ ഭക്തിവേദം സ്വരൂപ ശ്രീലകോപാവിക്ക് വിവർത്തനം. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഭാവാർത്ഥം. ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവങ്ങളാണ് അമൃതത്വവും അക്ഷയത്വവും ആനന്ദവും. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ആരംഭമാണ് ബ്രഹ്മൻ. പരമാത്മാവ് അതിന്റെ മധ്യാവസ്ഥയും, അതായത് രണ്ടാം ഘട്ടവും. പരമപുരുഷനായ ഭഗവാൻ നിരപേക്ഷ തത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരമത്രേ. പരമാത്മാവും വ്യക്തിശൂന്യ ബ്രഹ്മവും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. പരമപുരുഷന്റെ അധമശക്തിയുടെ ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി എന്ന് 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ അധമമായ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങളെ നിക്ഷേപിക്കുന്നു. അതാണ് ഭൗതിക പ്രകൃതിയുടെ ആധ്യാത്മിക സമ്പർക്കം. ഭൗതിക പ്രകൃതിക്ക് അധീനമായ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ ഭൗതികാസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വയം ഉയർന്ന് ക്രമേണ ഭഗവാന്റെ ബ്രഹ്മം എന്ന സങ്കല്പത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ സോപാനമാണ് ഈ ബ്രഹ്മഭാവന പ്രാപ്തി. ഇവിടെ ബ്രഹ്മജ്ഞാനി ഭൗതികതയ്ക്ക് അതീതനാണ്. എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ലതാനും. വേണമെങ്കിൽ അതേ നിലയിൽ ഇരുന്നുകൊണ്ട് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാം. വൈദിക സാഹിത്യത്തിന്റെ ഇതിനേറെ ഉദാഹരണങ്ങളുണ്ട്. 4 കുമാരന്മാർക്ക് ആദ്യം പരമസത്യത്തെക്കുറിച്ച് ബ്രഹ്മം എന്ന സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ക്രമേണ ഭക്തിഭരിതമായ ഭഗവത് സേവനത്തിലേക്ക് ഉയർന്നു. വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തിനപ്പുറം എത്താൻ സാധിക്കാത്തവർക്ക് വീഴ്ച പറ്റിയേക്കാം. വ്യക്തിശൂന്യ ബ്രഹ്മത്തോളം എത്തിയാലും പിന്നീട് മുന്നോട്ട് നീങ്ങാതെയും പരമപുരുഷനെക്കുറിച്ച് വിവരമില്ലാതെയും ആയിത്തീരുന്നവരുടെ ബുദ്ധി പൂർണ്ണമായും ശുദ്ധമല്ല എന്ന് ഭാഗവതം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മതലത്തിൽ എത്തിയവർക്ക് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാമെന്നാൽ വീഴ്ച പറ്റാം. വൈദിക ഭാഷയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്. രസോ വൈസഹ രസം ഹ്യവായം ലബ്ധാനന്ദി ഭവതി. ആനന്ദ സംഭരണിയാണ് കൃഷ്ണൻ. അവിടുത്തെ അറിഞ്ഞവർ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. തൈത്തിരീയോപനിഷത്ത് 2:7 ഷഡൈശ്വര്യ സമ്പന്നനാണ് കൃഷ്ണൻ. ഭക്തൻ അവിടുത്തെ സമീപിക്കുമ്പോൾ ഈ 6 ഐശ്വര്യങ്ങളോട് കൈമാറ്റം ഉണ്ടാകുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു. ഭക്തി സേവനത്തോടൊപ്പം ശാശ്വതമായ ആനന്ദവും ശാശ്വതമായ ജീവിതവും ഉണ്ടാകുന്നു. ഭക്തി സേവനത്തിൽ ബ്രഹ്മസാക്ഷാത്കാരവും ശാശ്വതത്വവും അക്ഷയത്വവും ഉൾക്കൊള്ളുന്നു. ഭക്തി സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തന് ഇവയെല്ലാം സിദ്ധമാകുന്നു. പ്രകൃത്യാ ബ്രഹ്മം തന്നെയാണെങ്കിലും ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാണ് തൻ്റെ അധപതനത്തിന് കാരണം. വാസ്തവത്തിൽ ജീവസത്ത പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. ഭൗതിക പ്രകൃതിയോടുള്ള സമ്പർക്കമാണ് ഇതിനെ സത്വരജസ് തമോ ഗുണങ്ങളിൽ കൊടുക്കുന്നത്. ഈ ത്രിഗുണങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹം ജീവന് ഉണ്ടാകുന്നതും. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന നിയമവിരുദ്ധമായ ആഗ്രഹം നീങ്ങുകയും ചെയ്യും. ഭക്തി സേവനം സാക്ഷാത്കാരത്തിനായി ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനങ്ങൾ അനുഷ്ഠിക്കണം. ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മിക ആചാര്യന്റെ പ്രേരണാഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ച അടങ്ങും. അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മനസ്സുറക്കും. ഈ പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ 22-ാം ശ്ലോകം മുതൽ വിവരിച്ചിട്ടുള്ളത്. അത്യന്തം ലളിതമാണ് ഭഗവത് ഭക്തി സേവനം. എപ്പോഴും കൃഷ്ണനെ സേവിക്കുന്നതിൽ നിരതനായിരിക്കണം. ഭഗവാനെ നിവേദിച്ചതേ ഭക്ഷിക്കാവൂ. തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ ഗന്ധം മുതരണം. കൃഷ്ണൻ തൻ്റെ ദിവ്യലീലകൾ നടത്തിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഭഗവാന്റെ ലീലകളെയും ഭക്തന്മാരിൽ അദ്ദേഹം എത്രമാത്രം കാരുണ്യം ചൊരിയുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളെ വായിച്ചറിയുകയും അതീന്ദ്രിയമായ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സദാ ഉരുവിടുകയും വേണം. ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്മാരുടെയും ആവിർഭാവം, തിരോഭാവം എന്നിവ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വേണം. ഇങ്ങനെ ജീവിച്ചാൽ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവാം. ഈ വ്രതമനുഷ്ഠിച്ച് ബ്രഹ്മജ്യോതിയിലോ ബ്രഹ്മാനുഭൂതിയിലോ മറ്റേതെങ്കിലും തലത്തിലോ നിലയുറപ്പിക്കുന്ന ഭക്തൻ ഗുണം കൊണ്ട് ഭഗവത് സദൃശനത്രേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു.
ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോവിഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതീശപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗജാതം സഹനുഗുണാദാമൃതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹനന്ദ ശ്രീലാക്ഷായാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി വിജ്ഞാപനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ 14-ാം അധ്യായമായ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് ഈ 27-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ എന്താണ് ബ്രഹ്മം എന്ന കാര്യത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ടും നമുക്ക് ഭാവത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ശീലപ്രഭ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം. അപ്പം ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാനാകുന്നു നമ്മുടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഭഗവാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും ചില വ്യക്തികൾ ബ്രഹ്മത്തിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ എനർജി ആരാധിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ബ്രഹ്മത്തിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നമ്മൾ 3 ലെവലായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പം ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന വദന്തി തത്വം വിദസ്തത്വം വിജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദത എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ പൂർണ്ണമായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ മനസ്സിലാക്കാം. അപ്പം അതിനെ പറയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി ശബ്ദത. അപ്പം അവ്യക്തിഗത ബ്രഹ്മമായിട്ട് നമ്മൾ ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അവ്യക്തിഗത ബ്രഹ്മമാണ്. പിന്നെ പറയുന്നത് നമുക്കറിയുന്നത് പിന്നെ പരമാത്മാ രൂപത്തിലും അല്ലേ, പരമാത്മാ രൂപത്തിലും പിന്നെ ഭഗവാൻ എന്ന ഒരു വ്യക്തി എന്ന രൂപത്തിലും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ ഭഗവത് സാക്ഷാത്കാരമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കാരണം അതിൽ നമുക്ക് ബാക്കി 2 നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഭഗവത് സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് ഭഗവാൻ പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ ശക്തിയെ പരബ്രഹ്മത്തിലൂടെ അദ്ദേഹം വിസ്തരിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശീലപ്രഭുപാദ് 1-2 എക്സാമ്പിൾസ് പറയാറുണ്ട് ഈ ശ്ലോകത്തിനെ പലപ്പോഴും കോട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൽ പറയുന്നൊരു എക്സാമ്പിളാണ്. അപ്പം നമുക്കറിയാം സൂര്യനെ വെച്ചിട്ടാണ് അതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കറിയാം സൂര്യദേവനുണ്ട്, പിന്നെ സൂര്യഗ്രഹമുണ്ട്, പിന്നെ സൂര്യൻ്റെ രശ്മികളുണ്ട്. ഇവിടെ പറയുന്നത് സൂര്യദേവൻ എന്ന് പറയുന്നത് ഭഗവാനായിട്ട് കമ്പയർ ചെയ്യുകയാണ്. സൂര്യഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ പരമാത്മാ രൂപമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. പിന്നെ സൂര്യരശ്മി എന്ന് പറയുന്നത് ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മമായിട്ട് കമ്പയർ ചെയ്യണം. നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഒരു വ്യക്തി സൂര്യരശ്മിയെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും സൂര്യനെ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്ന സൂര്യൻ എന്ന് പറയുന്നത് രശ്മികൾ മാത്രമാണ്. അദ്ദേഹം ഒരു കഥ തുറന്ന സമയത്ത് ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നുണ്ട്. അപ്പോൾ പ്രകാശമാണ് സൂര്യൻ എന്ന് ചിന്തിക്കുന്നത് ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ആണോ? അല്ല. നമുക്ക് ഇപ്പം അത് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ അടുത്ത അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം പോയിട്ട് പിന്നെ ഡോർ തുറന്ന് പുറത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം കാണാൻ സാധിക്കും അവിടെ സൂര്യനുണ്ട്. അപ്പോൾ സൂര്യനാണ് എന്ന് മനസ്സിലാക്കണം അടുത്ത അണ്ടർസ്റ്റാൻഡിങ്. ആ സൂര്യനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് സൂര്യനിൽ നിന്നാണ് സൂര്യരശ്മികൾ വരുന്നുള്ള അദ്ദേഹത്തിന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ സൂര്യഗ്രഹത്തിനകത്ത് സൂര്യദേവനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ആക്ച്വലി ഈ സൂര്യഗ്രഹം പ്രവർത്തിക്കുന്നതെന്നും സൂര്യഗ്രഹത്തിൽ നിന്നാണ് സൂര്യരശ്മികൾ വരുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഭഗവാനിൽ നിന്നാണ് നമുക്ക് ഈ നമ്മൾ പരമാത്മാവ് അല്ലേ, സ്ഥാനീയ പരമാത്മാവായിട്ട് അതുപോലെ തന്നെ അവ്യക്തിഗത ബ്രഹ്മമായിട്ട് വരുന്നതൊക്കെ ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള 2 കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ സാധിക്കാം. നമ്മളൊരു സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു രാത്രി സമയത്ത് വണ്ടി കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ വരികയാണ് അല്ലേ. അപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ കേൾക്കുന്നുണ്ടാണ് അതിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കും അല്ലേ. പിന്നെ ഫസ്റ്റ് കാണുന്ന എഞ്ചിനാണ്. എഞ്ചിൻ വരുന്ന സമയത്ത് എഞ്ചിൻ്റെ ലൈറ്റ് അല്ലേ, ഹെഡ് ലൈറ്റ് അവിടെ കാണും. ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഈ എഞ്ചിനാണ് ട്രെയിൻ എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? അല്ല അല്ലേ. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഒരു ആദ്യത്തെ
ഭാഗം മാത്രമാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് എഞ്ചിൻ പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്ത ശേഷം അദ്ദേഹത്തിന് കാണാൻ സാധിക്കും എഞ്ചിൻ്റെ കൂടെ എന്താണ്, എഞ്ചിൻ വലിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗം മാത്രമല്ല, പിന്നെ പല പല ബോഗികളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, അപ്പോൾ എഞ്ചിനും ബോഗിയും ചേർന്നതാണ് ട്രെയിൻ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പക്ഷേ അപ്പോഴത് പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയില്ല. പിന്നെ അദ്ദേഹം മനസ്സിലാക്കണം, അപ്പോൾ എഞ്ചിൻ അവിടെ ഹോൾട്ട് ചെയ്ത ശേഷം കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പല പല ആൾക്കാർ താഴോട്ട് ഇറങ്ങുകയാണ്, കുറച്ച് ആൾക്കാർ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, അതിലൊരു എഞ്ചിനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഒരു ട്രെയിൻ എന്ന് പറയുന്നത് പല പാസഞ്ചേഴ്സിനെ ഒരു സോഴ്സിൽ നിന്ന് വേറെ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ട്രെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഭഗവാന്റെ ബാക്കിയുള്ള സ്ഥാനീയ പരമാത്മാവിനെയും പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് റിയലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നമ്മൾ വരുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നാണ് വരുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, അമൃതവും അക്ഷയവും ശാശ്വതവുമാണെന്നുള്ള കാര്യം പറയുന്നത്. ആത്യന്തിക സുഖത്തിൻ്റെ മൂലസ്ഥാനവുമാണ്, വ്യക്തിശൂല ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനവും ഞാൻ തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ അത് അമൃതമാണ്. അപ്പോൾ അത് എന്താണ്, ഒരിക്കലും അതിന് നാശം സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ സുഖങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാലം നിൽക്കും, പിന്നെ അത് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന കാര്യം കൂടി പറയുന്നത്. അതുപോലെ തന്നെ അമൃതവും അവ്യയസ്യ അനശ്വരവും ശാശ്വതസ്യ, അതെപ്പോഴും ശാശ്വതമാണ്. പിന്നെ അമൃതസ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഇപ്പം ഭഗവത് ഭക്തിയിൽ ഏർപ്പെടുന്ന ഒരു ഭക്തന് ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ഭഗവാനോടൊപ്പമുള്ള സ്നേഹബന്ധത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന രുചി എന്ന് പറയുന്നത് എന്നും കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് ആ സ്വീറ്റ് കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സന്തോഷമില്ല, അത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ലൊരു ഇത് തോന്നൽ വരും. പിന്നെ ആ സ്വീറ്റ് എടുത്ത് കഴിച്ച ശേഷം ആ സ്വീറ്റിൻ്റെ രുചി പിന്നെ കുറച്ച് നേരം ഉണ്ടാവും, അത് പിന്നെ തീരും. പിന്നെ വീണ്ടും എനിക്ക് ആ സ്വീറ്റിൻ്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഒരു സ്വീറ്റ് എടുത്ത് കഴിക്കണം. പക്ഷെ നമുക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല അല്ലേ, നമുക്ക് ഒരുപാട് കഴിക്കാൻ സാധിക്കില്ല, നമുക്ക് ശരി അതിന് സമ്മതിക്കില്ല. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ നിമിഷവും അതിൻ്റെ രുചി അല്ലേ, അതിൻ്റെ ആ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണത്തിൽ പറയുന്ന പോലെയാണ് നമുക്ക് സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കഴിച്ചാൽ ഒന്നും സംഭവിക്കും, നമുക്ക് ഡയബറ്റീസ് പിടിക്കും. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നമ്മൾ ഭക്തി സേവനത്തിൽ നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ഭഗവാനെ സേവനം ചെയ്യുന്ന അത്രത്തോളം നമുക്ക് അതിൻ്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊരു വ്യക്തിയാണ് ഭഗവാന്റെ തിരുനാമങ്ങളെ ശ്രദ്ധയോടെയും ശ്രദ്ധാപൂർവം സ്നേഹത്തോടെയും അദ്ദേഹം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്, ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് ഓരോ നിമിഷവും അദ്ദേഹത്തിന് ഭഗവാന്റെ രുചി ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യമാണ് ഈ ഒരു ഭാവാർത്ഥത്തിൽ. നമുക്കറിയാം പ്രഭുപാദിന്റെ പല ഭാവാർത്ഥങ്ങളും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനെ പറ്റി 2-3 തവണയൊക്കെ അദ്ദേഹം സ്ട്രെസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ റിയൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ തന്നെ നമുക്ക് ഭഗവാന്റെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഇതിൽ ബ്രഹ്മത്തിൽ എത്തിയ വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കുന്ന കാര്യത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഇതിൽ പറയുന്നുണ്ട്, ഇവിടെ പറയാണ്, ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് ഭൗതിക ലോകത്തോട് വരേണ്ടി വരുമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം അതിൽ പറയുന്നത്, അപ്പോൾ ഭാഗവത്തിൽ ശ്ലോകത്തിൽ പറഞ്ഞു, ഏനേ രവീന്ദാക്ഷ വിമുക്ത മാനിനസ് ത്വയസ്തഭാവ അവിശുദ്ധ ബുദ്ധയ ആരുഹ്യ കൃച്ഛേന പരം പദം പദന്തി യഥാ അനുഷ്ഠിത യുഷ്മദംഗ്രയ എന്ന ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിക്കാത്തൊരു വ്യക്തി, അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അപ്പോൾ ത്വയ്യസ്തഭാവ അവിശുദ്ധ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും, ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാത്തതുകൊണ്ട് ബ്രഹ്മത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. കാരണം നമ്മുടെ ശാശ്വതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യമാണ്. ഇപ്പോൾ ബ്രഹ്മത്തിൽ ഒരു വ്യക്തിക്ക് ഭഗവാനെ സേവനം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം സംഭവിക്കും, ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്താ ആരോഗ്യ കൃച്ഛേന പദം പിന്നെ അദ്ദേഹത്തിന് വീണ്ടും താഴോട്ട് വരേണ്ടി വരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം ബ്രഹ്മപദം പോകുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർഫെക്ഷൻ അല്ല. അപ്പം ഒരു വ്യക്തി അതിൽ നിന്ന് പരമാത്മാ റിയലൈസേഷൻ എടുത്ത് ഭഗവാൻ റിയലൈസേഷനിലോട്ട് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും ഭക്തിയുടെ പൂർണ്ണമായിട്ട് രുചി ആസ്വദിക്കാൻ സാധിക്കുക. ഇതിൽ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നത് നമുക്കറിയാം, ഇവിടെ സനത്കുമാരന്മാരുടെയാണ് അല്ലെ, അവർ വ്യക്തിഗത ബ്രഹ്മത്തെ ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി പക്ഷേ ഭഗവാന്റെ പാദകമായി അല്ലെങ്കിൽ സമർപ്പിച്ച തുളസിയുടെ ഗന്ധം ഏറ്റപ്പോൾ അവരെന്തായി ഭക്തന്മാരായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്.
ഭഗവാന്റെ കാര്യം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് ഓരോ റിയലൈസേഷൻസ് കിട്ടുന്നത്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ ഒക്കെ നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യവും ഭക്തന്മാരുടെ കാര്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രങ്ങൾ എപ്പോഴും പറയുന്നത് നമ്മൾ ഭഗവാനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഭക്തന്മാരെ നമ്മൾ സ്നേഹിക്കണം. അവരെ സേവനം ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഭഗവാനെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമായിട്ട് പ്രക്രിയ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. നമ്മൾ ചിലപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ സാധിക്കില്ല അല്ലേ. നമുക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പം ഞാൻ ഭഗവാനെ വ്യക്തിയായിട്ട് ഓർക്കണം നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഭഗവാനെ വ്യക്തിയായിട്ട് ഓർക്കണമെങ്കിൽ അതിൽ എളുപ്പമായിട്ട് മാർഗം എന്താണ്? ഭഗവാൻ നാമരൂപേണ അല്ലെ കലികാല നാമരൂപേ കൃഷ്ണ അവതാർ അല്ലെ. കൃഷ്ണൻ നാമരൂപത്തിലാണ് അത് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ നാമവും അഭിനത്വ നാമനാമി അല്ലെ. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധ നിത്യമുക്ത അഭിനത്വ നാമനാമി. അപ്പോൾ നാമചിന്താമണിയായിട്ടുള്ള കൃഷ്ണൻ അല്ലേ. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹം. അദ്ദേഹം പൂർണ്ണ രസങ്ങൾ ഏതിലാണ് കൊടുത്തിരിക്കുന്നത്? നാമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വ്യക്തിയാണോ പൂർണ്ണ ബോധത്തോടെയും ശുദ്ധമായിട്ട് ഭഗവാൻ തിരുനാമം ജീവിക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാന്റെ നാമം വ്യത്യാസമില്ലാതെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഭഗവാന്റെ നാമത്തിനെ ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഭഗവാനായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഒരു പ്രക്രിയ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഈ നാമജപം എന്ന് പറയുന്നത് എന്താണ്, ഇത്ര വലിയ കാര്യമുണ്ടോ, ജസ്റ്റ് ഒരു നാമമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആചാര്യന്മാരുടെ നമ്മൾ നമ്മളൊരു വൈഷ്ണവ സോങ് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാവാർത്ഥമൊക്കെ എടുത്ത് വായിച്ചാലും എപ്പോഴും അതിൽ ഭഗവാൻ നാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയാറുണ്ട്. ഈവൻ ശീല പ്രഭുപാദം പറയാറുണ്ട് നമ്മുടെ ആത്മീയ പുരോഗതി 90% നമ്മുടെ ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് ഭഗവാൻ തിരുനാമം ജപിക്കുന്നതിലാണെന്നാണ് ശീല പ്രഭുപാദിൻ്റെ കൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നാമജപത്തിന് അത്ര ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് നാമജപത്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സേവനങ്ങൾ വളരെ വ്യക്തമായിട്ടും ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഗുരുമാതാജിയോട്. നമ്മൾ പലപ്പോഴും ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നാമം ജപിക്കുന്ന സമയത്തും നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഇത് അടുത്തത് ഇത് ചെയ്യണമല്ലോ അത് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സാധാരണ സമയത്തിന് നാമം പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ ജപിക്കാൻ സാധിക്കാറില്ല. പക്ഷെ എന്തായാലും നമ്മൾ എസ്പെഷ്യലി ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ശ്രദ്ധയെ കൊടുക്കാറില്ല. അപ്പം ഗുരുമാതാജി നല്ലൊരു ഇൻസ്ട്രക്ഷനാണ് തന്നത്. അപ്പം നാമം വളരെ ശ്രദ്ധയോടെ നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ നാമത്തിന് പൂർണ്ണമായിട്ട് ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നാമം ജപിച്ചില്ല തോട്ട് വരുന്നതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള കാര്യമാണ്. അത് നമ്മൾ ആചാര്യന്മാർ പറയുന്നത് നമ്മൾ മുടങ്ങാതെ നമ്മൾ 16 മാല ഡെയിലി ജപിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നമുക്ക് ശീലപ്രഭുവാന്റെ കാരുണ്യമാണ്. അതിന് 16 എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ. അല്ലെങ്കിൽ നമുക്ക് ഭക്തിസിദ്ധ സരസ്വതി മഹാരാജ് 64 32 നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് 16 മാല ജപിക്കുന്ന ഒരു വ്യക്തി ഇപ്പം 4 യമനങ്ങൾ ഫോളോ ചെയ്ത് അതിനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബാക്കികൾക്ക് പ്രചരണം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അതിന് അഡ്വൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ 16 മാല ശ്രദ്ധാപൂർവ്വം സ്നേഹത്തോടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണ് കാര്യം. പിന്നെ 4 യമനങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള കാര്യം കൂടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഇത് വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതുകൂടി ഗുരുമാതാജി അതിൽ പറഞ്ഞു ആക്ച്വലി. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്പോൾ നമ്മൾ പലപ്പോഴും അത് എത്ര ശ്രദ്ധയോടെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചാണ് നമ്മൾ അവബോധം വളരുന്നത് പലപ്പോഴും. അപ്പോൾ പ്രസാദം കഴിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം ചെയ്യുന്നൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് കൃഷ്ണാബോധത്തിൽ ഇരിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്ന ശീലപ്രഭുപാദം കൃഷ്ണാബോധം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ നമുക്കത് പ്രാക്ടീസ് വേണം. സിമ്പിളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വേൾഡ് കപ്പിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ പോയി കളിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ചെറുപ്പം മുതലേ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു വരികയാണ്. പിന്നെ കാലക്രമേണ അദ്ദേഹം സ്കൂൾ ടീമിൽ അദ്ദേഹം നല്ല രീതിയിൽ കളിച്ച് അദ്ദേഹം സെലക്ഷൻ നേടാണ്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ സെലക്ഷൻ നേടിയാണ് പിന്നെ ഒരു നാഷണൽ ടീമിൽ അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഭക്തി സേവനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു പെട്ടെന്നുള്ളൊരു പ്രോസസ്സ് അല്ല. അതിന് നമുക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എൻഡവർ ചെയ്യണം. നമ്മൾ എന്തൊരു ഭൗതികമായിട്ടൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എൻഡവർ നമ്മൾ അത്രയും നമ്മൾ ശ്രമം നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആത്മീയ ജ്ഞാനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പുരോഗതി നേടുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ മോർണിംഗ് അവേഴ്സ് ആയിട്ടുള്ള സമയം നമ്മൾ
അതിനായിട്ട് മാറ്റി വെച്ച് ശ്രദ്ധയോടെ തിരുനാമം ജപിക്കുകയും ഭഗവാനെ പറ്റി കേൾക്കുകയും ഡെയിലി ശീലപ്രഭുവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പൂർണ്ണമായിട്ടുള്ള അവബോധം ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തനാണെന്നുള്ള ലക്ഷ്യം ഫിക്സഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഭക്തന്മാർ വരുമ്പോഴും അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയത്തൊക്കെ നമുക്ക് ആ ഒരു എന്തൂസിയാസം വരും, പക്ഷേ വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് ആ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക, അതിനെ ഡെയിലി ബേസിസിൽ നമ്മളതിനെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് കാര്യം കൂടി നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ ജപിക്കുക, 16 ശ്രദ്ധയോടെ ജപിക്കുക. ഡെയിലി നമ്മൾ പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വായിക്കുക. എന്നാലും നമുക്ക് നമ്മുടെ ബുദ്ധിയെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും പല പല കാര്യങ്ങൾ നമുക്ക് പറയും, നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം, പല പ്രോമിസസ് ഫോൾസ് പ്രോമിസസ് തരും. നമ്മൾ അതിന് പിന്നാലെ നമ്മൾ പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് മറക്കും. പക്ഷേ നമുക്ക് കോൺസ്റ്റന്റ് റിമൈൻഡേഴ്സാണ് ഈ ശീലപ്രഭുവാന്റെ ഗ്രന്ഥങ്ങളും ഭക്തന്മാരുടെ അസോസിയേഷനും. അപ്പോൾ ഭക്തന്മാരുടെ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനത്തെ പരിശുദ്ധ ഭക്തന്മാർ വരികയും ഇവിടുന്ന് കേൾക്കാൻ സാധിച്ചതൊക്കെ നമ്മളെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ ഉപദേശങ്ങൾ നമ്മൾ ഹൃദയത്തിലെടുക്കുക, ഏറ്റെടുക്കുക, പിന്നെ അതിനെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റെഗുലറായിട്ട് നമ്മൾ സത്സംഗത്തിൽ വരിക, സേവനങ്ങൾ അനുഷ്ഠിക്കുക. ഇങ്ങനെയാണ് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം. ഒരു ചോദിച്ച പുണ്യം ചെയ്ത ആൾക്കാരെ യമദൂതന്മാർ കൊണ്ടുപോകും. പിന്നെ അതുപോലെ കണ്ടിമാലിട്ട വ്യക്തികളെ കൊണ്ടുപോകില്ല. അപ്പം ആക്ച്വലി ഇതിൽ അവബോധമാണ് കാര്യം. നമ്മൾ എക്സ്റ്റേണലി വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ തിലകെട്ട് ഇരിക്കാം, ഇവിടെ ധോത്തി കുത്തിട്ട് ഇരിക്കാം, പക്ഷെ എൻ്റെ അവബോധം പ്യൂർ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ജസ്റ്റ് എക്സ്റ്റേണലി ഭക്തനെ പോലെ ആക്ട് ചെയ്യാം, പക്ഷേ ഇന്റേണലി ഞാൻ ഒരിക്കലും ഭക്തനല്ല. ശരി, അപ്പോൾ നമ്മുടെ അവബോധമാണ് ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി നമുക്ക് എക്സ്റ്റേണലി നമ്മൾ വൈഷ്ണവ അറ്റയർ ധരിക്കുന്നതും ധോത്തി കുത്തിടുന്നതും കണ്ടിമാന ധരിക്കുന്നതൊക്കെ നല്ലതാണ് ആക്ച്വലി. കാരണം അത് നമ്മളെയും കോൺഷ്യസ് ആണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് ഞാൻ ചിന്തിക്കും, ഞാനൊരു ഭക്തൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ഭക്തനെ പോലെ പ്രേരിക്കണം എന്നുള്ള ചിന്തയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ബാക്കിയുള്ളവർ കൂടി ഭഗവാനെ പറ്റി ഓർക്കാൻ അവസരം കൊടുക്കണം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ അവബോധം നമ്മൾ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യമാണ്. നമ്മുടെ ചിന്തയിലാണ് കാര്യം. ഇപ്പോൾ ഞാൻ എന്തിനെ പറ്റി ചിന്തിക്കുന്നത്, എൻ്റെ ലക്ഷ്യം എന്താണെന്നും ഞാൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മൾ കണ്ടിമാനം ഇട്ടതുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് പിന്നെ പുണ്യം ചെയ്ത വ്യക്തികൾക്ക് അതനുസരിച്ച് അവർക്ക് ഒരു ഉയർന്ന ഗ്രഹത്തിൽ അവർക്ക് അടുത്തൊരു ജന്മം കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. കാരണം ആ പുണ്യത്തിന്റെ കാലാവധി എത്തിക്കുന്നതനുസരിച്ച് അത് താഴോട്ട് വരേണ്ടി വരും. നാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലോ. നമ്മൾ എക്സാമ്പിളും പറഞ്ഞു, ഫെസ്റ്റിവലൊക്കെ സമയത്ത് ഫെസ്റ്റിവൽ വരുമ്പം നമ്മൾ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ആത്മീയ ആചാര്യന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ സേവനം ചെയ്യുമ്പം നമ്മളുടെ സേവനത്തിൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ട്, എക്സ്റ്റേണലി ഒരാളുണ്ട്. പക്ഷേ നാമജപത്തിൽ നമ്മൾ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാമജപം പെർഫെക്റ്റ് ആണോ എന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പം ആ ഒരു ഗൈഡൻസ്, ഈ മറ്റുള്ളവരെ നമുക്ക് തരുന്ന ഗൈഡൻസ്, അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു പ്രാക്ടിക്കൽ ചോദ്യമാണ്. അപ്പം നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കറക്ഷൻ കിട്ടും പലപ്പോഴും. അപ്പോൾ നമ്മൾ അതിനാണ് നമുക്ക് ടെമ്പിളിൽ നമ്മളായിരുന്നെങ്കിലും ഭക്തന്മാർ ഒരുമിച്ചിരുന്ന് ജപിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജപിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമുക്ക് അവർ നമ്മൾ കറക്റ്റ് ചെയ്ത് തരും. പലപ്പോഴും നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ജാമനഗറിലുള്ള സമയത്ത് നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഉറങ്ങുന്ന വ്യക്തിയാകുമ്പോൾ ഉണർത്താൻ പാടും, പക്ഷെ അവിടെ ഉടനെ അവർ തട്ട് നമ്മളാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ചിലപ്പോൾ ഒരു സുഖം തോന്നും. അപ്പം അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരൊന്ന് കറക്റ്റ് ചെയ്യും. പറഞ്ഞിട്ട് പറയും ഇത് ജപിക്കുന്നത് തെറ്റാണെന്ന് അവർ പറയും. അപ്പം ചിലപ്പോൾ നമുക്കത് ആ സമയത്ത് തോന്നും ഇവരാരാണ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ പക്ഷേ അവരുടെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് നമ്മൾ ജപിക്കാൻ ശ്രമിക്കുക ഉള്ള കാര്യമാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് പരിശുദ്ധ ഭക്തന്മാരൊക്കെ വരുന്ന സമയത്ത് അവരോട് ഇരുന്ന് ജപിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ചാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഡെയിലി നമ്മൾ മനസ്സിലാക്കാം എൻ്റെ ഈ നാമജപം എന്ന് പറയുന്നത്
വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഞാൻ ഭഗവാൻ തമ്മിൽ. അതിന് ഞാൻ ഏറ്റവും മാക്സിമം എൻ്റെ അറ്റൻഷൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുക. അതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രയേഴ്സ് നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ അവർ ജപ ടോക്കൊക്കെ അവർ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ജപത്തിനെ പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു അവബോധം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം നമുക്ക് ആ 2 മണിക്കൂറിന് ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ബുക്ക് വായിച്ചാൽ മതി, അത് ഭാഗവതം തന്നെ വായിക്കണം. നിത്യം ഭാഗവത സേവ ഭാഗവതം തന്നെ വായിക്കണം, അത് ഏതെങ്കിലും ബുക്ക് വായിക്കണം. പ്രഭുവിന് ചോദ്യം നിത്യം ഭാഗവത സേവയാന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രഭുപാദിൻ്റെ ഏതെങ്കിലും ബുക്ക് വായിച്ചാൽ മതിയോ അല്ല ഭാഗവതം വായിച്ചാൽ മതിയോ എന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. അപ്പം നല്ലൊരു ചോദ്യമാണ് പ്രഭു. കാരണം നമ്മൾ ബുക്ക് റീഡിങ്ങിനെ പറ്റിയാണ് പ്രഭു ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ശീലപ്രഭുപാദ് നിത്യം ഭാഗവതം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് ശീലപ്രഭുപാദിൻ്റെ എല്ലാ ബുക്കുകളും വായിച്ചിരിക്കണമെന്നും പ്രഭുപാദ് അതിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്വീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കടിച്ചാലും അതിൻ്റെ രുചി അറിയാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സൈഡ് കടിച്ചാലും ഇപ്പുറത്തെ സൈഡ് കടിച്ചാലും എന്താ സംഭവിക്കുക, എനിക്ക് അതിൻ്റെ സ്വീറ്റ്നെസ് അറിയാൻ സാധിക്കും ലഡ്ഡു എടുത്ത് കഴിക്കണം. അതുപോലെ തന്നെ പ്രഭുപാദിൻ്റെ ഏത് ഗ്രന്ഥം എടുത്താലും നമുക്ക് ഭഗവാനത്തിൽ പരിശുദ്ധ ഭക്തിയെ പറ്റിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പം സാധാരണഗതിയിൽ ഭക്തന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇനീഷ്യലി നമുക്ക് കുറച്ച് ലെവൽ ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ ആ ബുക്സൊക്കെ വായിച്ച് ഭാഗവതം ഭഗവത്ഗീതയും ചൈതന്യചരിതമൊക്കെ വായിച്ച ശേഷം ഡെയിലി ബേസിസിൽ നമ്മൾ ഈ ബുക്സ് വായിക്കണം എന്നാണ് സാധാരണ പറയുന്നത്. നമുക്ക് ഡെയിലി ഇപ്പോൾ നമ്മൾ എല്ലാ ശീലപ്രഭുവിൻ്റെ ഗ്രന്ഥങ്ങളും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഡെയിലി ഇപ്പം ഭാഗവതം കുറച്ച് നേരം വായിക്കാം, ഭഗവത്ഗീത കുറച്ച് നേരം വായിക്കാം, ചൈതന്യചരിതം കുറച്ച് നേരം വായിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്സായിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഡെയിലി വായിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതിന് കൂടെ തന്നെ നമ്മൾ പ്രഭുപാദിന് ചെറിയ ബുക്കുകളും നമ്മൾ വായിച്ചിരിക്കണം എന്നാണ്. കാരണം പ്രഭുപാദിന് ചെറിയ ബുക്കുകൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് പല ആൾക്കാർക്ക് കൺവെർസേഷൻ ചെയ്ത കാര്യങ്ങളും അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി വളരെ നല്ല എക്സ്പ്ലനേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി പ്രഭുവിന് ഭാഗവതം ഡെയിലി വായിക്കും. ഒരു തവണ വായിച്ചാൽ നമ്മൾ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. കാരണം നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. ചിലപ്പോൾ നമ്മൾ വായിച്ച് തീരുമ്പോൾ എന്താണ് ആദ്യം വായിച്ചതെന്ന് കൂടി ഓർമ്മയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് ഡെയിലി വായിക്കുക. അപ്പോൾ ഡെയിലി അത് വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള രുചി എന്താണെന്നാണ് പ്രഭു ചോദിച്ചത്. അപ്പോൾ ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാൻ സന്തോഷം കൊടുക്കാനുള്ള കാര്യമാണ് അതിൽ പറഞ്ഞത്. നമ്മൾ ഭഗവാനെ പറ്റി സേവനം ചെയ്യുക, നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുക. അപ്പോൾ ഭഗവാനും ഭക്തന്മാരും പ്രീതിപ്പെടുത്താനുള്ള കാര്യമാണ് ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള രുചി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളൊരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എടുക്കുമ്പോഴാണ് ശരിക്കും ആ രുചിയിലോട്ട് എത്തുന്നത്. അപ്പം നമുക്ക് അറിയാം, നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് സന്തോഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ സന്തുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഭഗവാനെ സന്തോഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഭക്തിയുടെ പൂർണ്ണമായിട്ട് രുചി ആക്ച്വലി രുചിക്കാൻ സാധിക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പൂർണ്ണമായിട്ടുള്ള രുചി നമുക്ക് ഭഗവാന്റെ നാമത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ നാമത്തിനോട് അത്രയും എന്താ പറയുക, നമുക്ക് അത്രത്തോളം അതിനോടുള്ള ആ ഒരു അറ്റൻറ്റീവ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ രുചി അറിയാത്തത്. നമുക്ക് ആ പൂർണ്ണമായിട്ട് രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഭഗവാൻ പരിശുദ്ധ ഭക്തനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിൽ നമ്മൾ സേവനം ചെയ്യുമ്പോഴാണ് ഭക്തിയുടെ പൂർണ്ണമായിട്ട് രുചി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. ജീവസത്തകൾ കീഴടക്കാൻ സാധിക്കും. അപ്പം നമ്മൾ അറിയാം കീഴടക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നാണ്. കാരണം നമ്മൾ ആക്ച്വലി ചിന്തിക്കണം, ഞാനാണ് സെൻറ്ററിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി അങ്ങനത്തെ തോട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആധ്യാത്മിക ലോകത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ഏത് നിമിഷം നമ്മൾ ചിന്തിച്ചോ ഞാൻ എന്തിനാണ് ഭഗവാനെ സേവനം ചെയ്യുന്നത്, എന്തിനാണ് ഭഗവാൻ ഞാനാണ് ഭഗവാൻ, എന്തിനാണ് ഇദ്ദേഹത്തിന് സേവനം ചെയ്യുന്നത് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഭൗതിക ലോകത്ത് വന്ന് വീഴുന്നത്. അപ്പോൾ ഭൗതിക ലോകത്തോട്ട് വന്ന് വീഴുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കെന്ത് സംഭവിക്കും, അപ്പോൾ നമ്മുടെ ടെൻഡൻസി എന്താണ്, ഞാനാണ് സെൻറ്റർ എന്നുള്ള ആ ബോധം നമുക്കുണ്ട് എപ്പോഴും, ഇല്ലേ, ഞാനാണ് സെൻറ്റർ എന്നുള്ള ബോധം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യും ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റേതാണ്, അല്ലെങ്കിൽ എനിക്കാണ് എല്ലാ സന്തോഷം കിട്ടണം, ഞാനാണ് എല്ലാത്തിൻ്റെ സ്വാമിയുള്ള ചിന്താഗതി നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് അതിനെ നമ്മൾ ആ ഒരു ഭഗവാനുള്ള നമ്മുടെ പരിശുദ്ധ സ്നേഹത്തിനെ വളർത്തിയെടുക്കുന്ന പ്രോസസ്സാണ് കൃഷ്ണാവബോധം. നമ്മൾ നിരന്തരം ഒരു വ്യക്തി ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ച ആ അവസ്ഥയിലോട്ട് പോകാൻ സാധിക്കും. ക്ലിയർ ആണോ അതിൻ്റെ ആൻസർ?
അവ്യക്തിക ബ്രഹ്മത്തിൽ നമുക്കറിയാം ചിലപ്പം അവ്യക്തികവാദികളായിട്ടുള്ള വ്യക്തികൾ പരബ്രഹ്മത്തിനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ അവ്യക്തിക ബ്രഹ്മത്തിലോട്ട് വന്ന് ചേരും. പക്ഷേ ഒരു ജീവാത്മാവിന് ഒരിക്കലും സേവനം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവ്യക്തിക ബ്രഹ്മത്തിൽ പോയാൽ അവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല. നമുക്കൊരു ആക്ടിവിറ്റി ഇല്ലാത്തതൊന്നും സംഭവിക്കും. അവർക്ക് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വിടും എന്നാണ് പറയുന്നത് ഭാഗവതം. 10-ാം സ്കന്ധത്തിൽ 2-ാമത്തെ 32-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. श्रीमद् भगवद गीता की जय, श्रील प्रभुपाद की जय।